Good morning all. Today we are discussing translators, language translators. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൈ ലെവൽ ലാംഗ്വേജ് പഠിച്ചു, ലോ ലെവൽ ലാംഗ്വേജ് പഠിച്ചു, ലോ ലെവൽ ആൻഡ് അസംബ്ലി ലാംഗ്വേജ് പഠിച്ചു, മെഷീൻ ലാംഗ്വേജ്, കുറേ ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ കേസിലൊക്കെ പറഞ്ഞിരുന്നു എന്താണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്കും മനസ്സിലാവും കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ്. പക്ഷേ കമ്പ്യൂട്ടറിനകത്ത് എത്തുമ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ഈ ട്രാൻസ്ലേറ്റേഴ്സ്. അപ്പോൾ ഈ ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലാംഗ്വേജിനെ കൺവേർട്ട് ചെയ്തിട്ട് മെഷീൻ ലാംഗ്വേജിലേക്കാക്കി മാറ്റും. അങ്ങനെ കമ്പ്യൂട്ടറിന് അത് റീഡബിൾ ആകും, കമ്പ്യൂട്ടർ അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ട്രാൻസ്ലേറ്റേഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം വൺ ബൈ വൺ ആയിട്ട്. ഫസ്റ്റ് പോയിൻ്റ് എന്താണ്, ട്രാൻസ്ലേറ്റർ എന്താണ്? Translator is a computer program that translates program written in a given programming language into a functionally equivalent program in a different language. Translator ആണ് ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ലാംഗ്വേജിൽ, അതിപ്പോൾ സി ആവും CPP ആവും, ഏതൊരു ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള പ്രോഗ്രാമിനെ ഫങ്ഷണലി ഈക്വലൻ്റ് ആയിട്ടുള്ള മറ്റൊരു ലാംഗ്വേജിലേക്ക് മാറ്റും. അതായത് മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് കോൾഡ് സോഴ്സ് കോഡ്. നമ്മൾ എഴുതുന്ന ഹൈ ലെവൽ ലാംഗ്വേജുള്ള പ്രോഗ്രാമിനെ നമ്മൾ സോഴ്സ് കോഡ് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ സോഴ്സ് കോഡിനെയാണ് നമ്മൾ ഈ ടാർഗറ്റ് കോഡാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ട്രാൻസ്ലേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ലേറ്റേഴ്സ് പല ടൈപ്പ് ഉണ്ട് പറയാം. അപ്പോൾ ഈ ട്രാൻസ്ലേറ്റർ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഇസ് പ്രോഗ്രാം, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് അതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൻ്റെ ഏത് കേസ് എടുക്കുമ്പോഴും അതൊക്കെ പ്രോഗ്രാംസ് ആണ്. ഇപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്, അതിനകത്ത് നമ്മൾ പ്രോഗ്രാംസ് ആണ് ചെയ്യുന്നത്. ലോ ലെവലാണെങ്കിൽ അതും പ്രോഗ്രാംസ്, ഒക്കെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ സിസ്റ്റത്തിന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്യാനാലും ശരി, ട്രാൻസ്ലേറ്റ് ചെയ്യാനും ശരി, അവിടെയും നമ്മൾ കൊടുക്കുന്നത് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ലേറ്റർ എന്താ മനസ്സിലായില്ലേ, ജസ്റ്റ് ഒരു പ്രോഗ്രാമാണ്, അതാണ് ട്രാൻസ്ലേഷൻ നടത്തുന്നത്. Then to convert the source code into machine codes, translators are needed. നമ്മൾ സോഴ്സ് കോഡിനെ മെഷീൻ കോഡിലേക്ക് ആക്കി കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ട്രാൻസ്ലേറ്റേഴ്സ് തന്നെ വേണം. A translator take a program written in source language as input and convert it into program in target language as output. നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ സോഴ്സ് കോഡിനെ, നമ്മൾ ഏതോ ഒരു ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള നമ്മുടെ സോഴ്സ് കോഡിനെ ഇൻപുട്ടാക്കിയിട്ട് ആക്സസ് ചെയ്യും. എന്നിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടാർഗറ്റിലേക്ക് മാറ്റും, ടാർഗറ്റ് കോഡാക്കി മാറ്റും. അതിന് ഔട്ട്പുട്ടായിട്ട് നമുക്ക് തരും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഇനി എന്താണ് റിസൾട്ടൊക്കെ അതിന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഡിറ്റക്ട്സ് ആൻഡ് റിപ്പോർട്ട് ദ എറർ ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ്റെ ടൈമിൽ എന്തെങ്കിലും എറേഴ്സ് ഡിറ്റക്ട് ചെയ്താൽ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് കറക്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. ഇതേപോലെ നമുക്ക് ഓരോ സോഴ്സ് കോഡിനെയും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ നമ്മൾ പല ടൈപ്സ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് അസംബ്ലറാണ്, പിന്നൊന്ന് കമ്പൈലറാണ്, പിന്നൊന്ന് ഇൻ്റർപ്രറ്ററാണ്. നോക്കാം വൺ ബൈ വൺ ആയിട്ട് എന്തൊക്കെയാണ് അസംബ്ലർ. ഇതൊക്കെ ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയിൻറ്റ്സൊക്കെ മസ്റ്റായിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ ഫോൺ ത്രൂ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൺസൈസ്ഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഇത് എലാബറേറ്റ് ചെയ്ത് എഴുതാം. പിന്നെ ലൈബ്രറി ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്ത് റെഫർ ചെയ്തിട്ടൊക്കെ എഴുതാം. പക്ഷേ കറക്റ്റ് കണ്ടൻറ്റ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അസംബ്ലർ എന്താണെന്ന് നോക്കാം. അസംബ്ലർ ഈസ് എ ട്രാൻസ്ലേറ്റർ വിച്ച് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ലേറ്റ് ദ അസംബ്ലി ലാംഗ്വേജ് കോഡ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ് കോഡ്. അസംബ്ലർ എന്ന് പറഞ്ഞാൽ ലോ ലെവൽ ലാംഗ്വേജിലുള്ള അസംബ്ലി ലാംഗ്വേജിനെ എന്ത് ചെയ്യും, മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. നമ്മൾ പറഞ്ഞിരുന്നു അസംബ്ലി ലാംഗ്വേജും ലോ ലെവലാണ്, മെഷീൻ ലാംഗ്വേജും ലോ ലെവൽ. കാരണം കമ്പ്യൂട്ടറിന് ഒന്നും കൂടെ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ളതാണ് നമ്മുടെ അസംബ്ലി ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അസംബ്ലി ഒന്നുകൂടി ലോ ലെവലിലേക്ക് എത്തി. കാരണം ഇൻസ്ട്രക്ഷൻസൊക്കെ അത്ര ബേസിക് ലെവലിൽ എത്തുന്നതുകൊണ്ട് കൂടി തന്നെ അസംബ്ലർ യൂസ് ചെയ്തിട്ടാണ് ഇത്തരം ട്രാൻസ്ലേഷൻസ് നടത്തേണ്ടുള്ളൂ. അല്ലാതെ നമ്മുടെ ഹൈ ലെവലൊന്നും യൂസ് ചെയ്യുന്ന പോലെ കമ്പൈലർ അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ജസ്റ്റ് അസംബ്ലർ യൂസ് ചെയ്തിട്ടാണ് ട്രാൻസ്ലേഷൻ നടത്തുന്നത്. കാരണം അതിനകത്ത് അത്രയും ചെറിയ ടൈപ്പ് ഓഫ് ട്രാൻസ്ലേഷൻസേ ആവശ്യമുള്ളൂ. അത് മെഷീൻ കോഡായിട്ട് അത്രയും ക്ലോസറായിട്ട് കിടക്കുന്ന ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് അസംബ്ലർ? ഇതൊരു ട്രാൻസ്ലേറ്ററാണ്. നമ്മുടെ അസംബ്ലി ലാംഗ്വേജ് കോഡിനെ, അതായത് നമ്മൾ അസംബ്ലി ലാംഗ്വേജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ആ ടൈപ്പ് ഓഫ് ലാംഗ്വേജ് കോഡിനെ മെഷീൻ ലാംഗ്വേജ് കോഡിക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ട്രാൻസ്ലേറ്ററാണ് അസംബ്ലർ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അസംബ്ലറിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം, ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഫാസ്റ്റ് ഇൻ ട്രാൻസ്ലേറ്റിംഗ് അസംബ്ലി ലാംഗ്വേജ് ടു മെഷീൻ കോഡ്. ഇറ്റ്സ് വെരി ഫാസ്റ്റ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു ഇറ്റ്സ് വെരി ക്ലോസർ ടു മെഷീൻ കോഡ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേഷനും അത്രയും ഈസിയാണ്. ചെറിയൊരു ബേസിലുള്ള ട്രാൻസ്ലേഷനേ ആവശ്യം ഉണ്ടാവുള്ളൂ. Assembly code is often very efficient and therefore fast because it is a low level language. Assembly code എഫിഷ്യൻ്റ് ആണ്, അതേപോലെ ട്രാൻസ്ലേഷൻ ഫാസ്റ്റ് ആണ്. കാരണം ലോ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ ലോ ലെവൽ ലാംഗ്വേജിൽ നിന്ന് ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഇറ്റ്സ് വെരി ഫാസ്റ്റ് പ്രോസസ്.
അസംബ്ലി കോഡ് ഈസ് ഫെയർലി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഡ്യൂ ടു ദ യൂസ് ഓഫ് ഇംഗ്ലീഷ് ലൈക്ക് ഇൻ ന്യൂമോണിക്സ്. നമ്മൾ ഈ അസംബ്ലി ലാംഗ്വേജിനകത്ത് അത്തരം പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ലോ ലെവലാണ്, മെഷീൻ കോഡായിട്ട് ഏറ്റവും ക്ലോസർ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമുക്കും കുറേയൊക്കെ റീഡ് ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ കാരണം അതിനകത്ത് ഇംഗ്ലീഷ് ന്യൂമോണിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെഷീൻ കോഡാകുമ്പോൾ ജസ്റ്റ് സീറോസും വൺസും ആയിരിക്കും. അസംബ്ലിയിലേക്ക് എത്തുമ്പോഴേക്കും അത് എന്താണ്, ചെറിയ ചെറിയ ന്യൂമോണിക്സ് ഇംഗ്ലീഷ് വേർഡ്സ്, അതായത് ആഡ്, മൂവ്, സബ്സ്ട്രാക്ഷൻ, അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ, മള്ള്, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ന്യൂമോണിക്സ് യൂസ് ചെയ്തിട്ടാണ് അതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും കുറേയൊക്കെ റീഡബിൾ ആണ്, അതേപോലെ കമ്പ്യൂട്ടറിന് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ജസ്റ്റ് അസംബ്ലർ യൂസ് ചെയ്താൽ ഈസിലി കൺവേർഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അസംബ്ലി ലാംഗ്വേജ് ഈസ് റിട്ടൺ ഫോർ എ സർട്ടൻ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓർ പ്രോസസ്സർ. അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്തൊരു സ്പെസിഫൈഡ് പ്രോസസ്സറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന പ്രോസസ്സറിന് വേണ്ടിയിട്ട് അത് ഡിസൈൻ ചെയ്ത് വെച്ചാൽ അതിന് മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. വേറെ ഒരു പ്രോസസ്സറിന് വേണ്ടി നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇൻഡിപെൻഡൻ്റ് അല്ല, ഡിപ്പെൻഡൻ്റ് ആണ്, സിസ്റ്റം ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷേ നമ്മളുടെ ഹൈ ലെവൽ ലാംഗ്വേജസിനൊന്നും അത്ര ഇഷ്യൂസിൽ ഏത് സിസ്റ്റത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എക്സിക്യൂഷൻസ് നടത്താൻ കഴിയും. അതാണ് ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ പ്രത്യേകത. പക്ഷേ ഇവിടെ അതല്ല, ഇത് ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് പ്രോസസ്സറിന് ഡിഫറെൻറ്റ് വേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യണം. Then assembly tends to be optimized for the hardware it is designed for, meaning it is often incompatible with different hardware. അതേപോലെ ഹാർഡ്വെയറിൻ്റെ കേസ് പറയുമ്പോഴും അത് ഒരു ഒപ്റ്റിമൈസ്ഡ് ഹാർഡ്വെയറിന് ഡിസൈൻ ചെയ്ത് വെച്ചാൽ പിന്നെ ഡിഫറെൻറ്റ് ഹാർഡ്വെയർസിനൊന്നും അത് പോസിബിൾ അല്ല. ഡിപ്പെൻഡൻ്റ് ആണ്, ഹാർഡ്വെയർ ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. അതേപോലെ പോർട്ടബിൾ അല്ല. മറ്റേ നമ്മൾ ഹാർഡ്വെയർസൊക്കെ നമ്മളിപ്പോൾ അപ്ലിക്കേഷൻസൊക്കെ എവിടുന്ന് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജിലാണ് അതൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. ലോ ലെവലിലാവുമ്പോൾ അത് സ്പെസിഫൈഡ് ആയിരിക്കും. The next, lot of assembly code is needed to do relatively simple tasks and complex programs require lots of programming time. നമ്മളിപ്പോൾ ചെറിയൊരു സിമ്പിൾ ടാസ്ക്കാണ്, ഈവൻ അഡീഷൻ ആണെങ്കിൽ പോലും ആദ്യം 2 വാല്യൂ എടുത്ത് മൂവ് ചെയ്യുക, പിന്നെ അപ്പുറത്തുനിന്ന് വാല്യൂ എടുത്ത് വേറെ രജിസ്റ്റർക്ക് മൂവ് ചെയ്യുക, പിന്നെ മൂവ് ചെയ്ത് 2 കൂടെ ആഡ് ചെയ്യുക, പിന്നെ ആഡ് ചെയ്ത റിസൾട്ടിന് വീണ്ടും വേറെ രജിസ്റ്റർക്ക് മൂവ് ചെയ്യുക. അങ്ങനെ ഒരുപാട്, ഒരു ചെറിയ ടാസ്കിന് പോലും ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം അത്രയും ചെറിയ ഇൻസ്ട്രക്ഷൻസ് ആക്കിയിട്ട് ബേസിക് ലെവലിൽ കൊടുക്കുക ആയതുകൊണ്ട് തന്നെ ചെറിയ ടാസ്കിന് തന്നെ ഒരുപാട് ലെങ്തി വരും. അതേപോലെ തന്നെ കോംപ്ലക്സ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യേണ്ടി വന്നാൽ പ്രോഗ്രാമിംഗ് ടൈം ഇൻക്രീസ് ചെയ്യും, ടൈം കോംപ്ലക്സിറ്റി കൂടും. അത്തരം പ്രശ്നങ്ങൾ അസംബ്ലി ലാംഗ്വേജസിനുണ്ട്. പക്ഷേ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ കൂടെ ഇത്തരം ചില ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതായത് ഒരു സ്പെസിഫൈഡ് പ്രോസസ്സർ മാത്രമേ ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഡിപ്പെൻഡൻ്റ് ആണ്, പോർട്ടബിൾ അല്ല. അതേപോലെ തന്നെ ഹാർഡ്വെയറിൻ്റെ കേസും ഡിഫറെൻറ്റ് ഹാർഡ്വെയർസിലൊന്നും അത് യൂസ് ചെയ്യാൻ പറ്റില്ല, സ്പെസിഫൈഡ് ഹാർഡ്വെയറിൽ മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അതേപോലെ സിമ്പിൾ ടാസ്ക് ആണെങ്കിലും ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരികയാണ്. അതേപോലെ കോംപ്ലക്സ് പ്രോഗ്രാം ആകുമ്പോൾ ടൈം കോംപ്ലക്സിറ്റി കൂടും. ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അതേപോലെ അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം മെഷീൻ കോഡായിട്ട് ക്ലോസർ ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റാണ്, എഫിഷ്യൻ്റ് ആണ്, ഈസിയാണ്. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് കമ്പൈലർ. Compiler is a translator which is used to convert programs in high level language to low level language. കമ്പൈലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. അല്ലെങ്കിൽ എക്സാമിനൊക്കെ ബൈ ഹാർട്ട് സെൻസിൽ ഒരിക്കലും പഠിക്കരുത്, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ് മിസ്സായി പോയാൽ പിന്നെ മൊത്തം പോകും. അതുകൊണ്ട് എന്ത് ചെയ്യാം, കമ്പൈലറും അസംബ്ലറും തമ്മിലുള്ള മാറ്റം എന്താ, അസംബ്ലർ ആണെങ്കിൽ ലോ ലെവൽ ടു ലോ ലെവലാണ്, പക്ഷേ കമ്പൈലർ ആകുമ്പോഴേക്ക് ഹൈ ലെവൽ ടു ലോ ലെവലാണ്. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ വരരുത്. ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യാനാണ് നമ്മുടെ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുന്നത്. It translates the entire program and also report the errors in source program encountered the rule in translation. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എൻ്റയർ പ്രോഗ്രാമിനെ, അതായത് നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനെ, സോഴ്സ് കോഡിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ടാർഗറ്റ് പ്രോഗ്രാം ആക്കിയിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും എറേഴ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ആ മെസ്സേജ് ആയിട്ട് അത് നമുക്ക് പാസ് ചെയ്യും. ഇതാണ് അതിൻ്റെ ഫിഗർ. സോഴ്സ് പ്രോഗ്രാമാണിത്. നമ്മൾ സിയിലോ സി പി പിയിലോ ജാവയിലോ ഏത് ലാംഗ്വേജിലായാലും ഒരു പ്രോഗ്രാം ഇവിടെ സെറ്റ് ഓഫ് പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്. അത് കമ്പൈലറിലൂടെ പാസ് ചെയ്യും. കമ്പൈലറിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടാർഗറ്റ് പ്രോഗ്രാം, അതായത് മെഷീൻ റീഡബിൾ കോഡായിട്ട് മാറി, മെഷീൻ കോഡായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓൾ ഫയലിനെ നമ്മൾ ഒന്നായിട്ട് ഇങ്ങോട്ട് ടാർഗറ്റാക്കി മാറ്റുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും മെസ്സേജ് എറർസ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യും, അത് നമുക്ക് മെസ്സേജായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ഇൻ്റർപ്രെറ്റർ. എന്താണ് അപ്പോൾ ഇൻ്റർപ്രെറ്ററും കമ്പൈലറും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ ഇവിടെ പറയട്ടോ, ശ്രദ്ധിക്കണേ. ഓക്കെ, ഇൻ്റർപ്രെറ്റർ ഈസ് എ ട്രാൻസ്ലേറ്റർ വിച്ച് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് പ്രോഗ്രാംസ്. പോയിൻറ്റ്സ് കമ്പൈലറിൻ്റെ ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ഈ പോയിൻറ്റ്സ് ഇനി ഇവിടെയും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാവുന്നതാണ് എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ. പിന്നെ വേണമെങ്കിൽ ഇനിയും കുറേ വേണമെന്നുള്ളവർക്ക് അതങ്ങനെ എലാബറേറ്റ് ചെയ്തിട്ടൊക്കെ എഴുതാവുന്നതാണ്. അപ്പോൾ കമ്പൈലർ കഴിഞ്ഞു, ഇനി ഇൻ്റർപ്രെറ്റർ.
ഇൻ്റർപ്രറ്റർ ഇസ് എ ട്രാൻസ്ലേറ്റർ വിച്ച് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് പ്രോഗ്രാംസ് ഇൻ ഹൈ ലെവൽ ടു ലോ ലെവൽ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർപ്രറ്ററും ട്രാൻസ്ലേറ്ററാണ് കൺവേർട്ട് ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജ്. അത് രണ്ടും ഒരുപോലെയാണ് കമ്പൈലറും ഇൻ്റർപ്രറ്ററും. അപ്പോൾ ഈ ഡിഫറൻസ് ഇനി എവിടേക്കാണെന്ന് നോക്കാം. ഇൻ്റർപ്രറ്റർ ട്രാൻസ്ലേറ്റ് ലൈൻ ബൈ ലൈൻ ആൻഡ് റിപ്പോർട്ട് ദ എറർ വൺസ് ഇറ്റ് എൻകൗണ്ടേർഡ് ഡ്യൂറിങ് ദ ട്രാൻസ്ലേഷൻ പ്രോസസ്. ഇൻ്റർപ്രറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ലൈൻ ബൈ ലൈനാണ്. പക്ഷേ നമ്മുടെ കമ്പൈലർ എങ്ങനെയായിരുന്നു? ഓൾ കോഡിനെ, അതായത് ഓൾ സോഴ്സ് പ്രോഗ്രാമിനെ ഡയറക്റ്റായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ലൈൻ ബൈ ലൈൻ ആയിട്ടേ ചെയ്യുന്നുള്ളൂ. ഇത് ഡയറക്റ്റ്ലി എക്സിക്യൂട്ട് ദ ഓപ്പറേഷൻസ് സ്പെസിഫൈഡ് ഇൻ ദ സോഴ്സ് പ്രോഗ്രാം വെൻ ദ ഇൻപുട്ട് ഈസ് ഗിവൺ ബൈ ദ യൂസർ. ഇതിൻ്റെ ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഇൻ്റർപ്രറ്ററിലേക്ക് സോഴ്സ് പ്രോഗ്രാം കൊടുക്കുമ്പോൾ അതിന് കൂടെ തന്നെ ഇൻപുട്ടും കൊടുക്കും. അതായത് ഇപ്പോൾ അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ എന്തെങ്കിലും ഓപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇൻപുട്ട് വേണ്ടി വരും. ആ ഇൻപുട്ടിനെ കൂടെ ഈ ഇൻ്റർപ്രറ്ററിലേക്ക് പാസ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഔട്ട്പുട്ടായിട്ടാണ് റിസൾട്ട് കിട്ടുക. അതായത് സോഴ്സിന് ടാർഗറ്റിക്ക് മാറ്റുന്നതിന് പകരം ഡയറക്റ്റായിട്ട് എക്സിക്യൂഷൻ നടത്തിയിട്ട് അതിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. ഇവിടെ എന്തായിരുന്നു? ഫിഗർ മസ്റ്റായിട്ട് വരക്കണം കേട്ടോ കമ്പൈലറിന് ഇൻ്റർപ്രറ്ററൊക്കെ ചോദിക്കുമ്പോൾ. ഇവിടുന്ന് സോഴ്സ് പ്രോഗ്രാമിന് സോഴ്സ് പ്രോഗ്രാമിനെ പിടിച്ച് ടാർഗറ്റ് പ്രോഗ്രാമാക്കി മാറ്റുകയാണ്. പിന്നെയാണ് നമ്മളിതിലേക്ക് ഇൻപുട്ട് കൊടുക്കുക. ഓക്കെ, കമ്പൈൽ ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം കമ്പൈൽ ചെയ്യും, പിന്നെയാണ് നമ്മൾ റൺ ചെയ്യാന്ന് അതിന് പറയാം കേട്ടോ, ഇൻപുട്ട് കൊടുക്കുന്നതിന്. പക്ഷേ ഇൻ്റർപ്രറ്ററിൻ്റെ കേസ് ആയില്ല, കമ്പൈൽ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ ഇൻപുട്ടും കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? കമ്പൈൽ മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇൻപുട്ടും കൊടുക്കും. അപ്പോൾ റിസൾട്ട് കിട്ടുന്നത് എന്താണ്? ഔട്ട്പുട്ടായിട്ടാണ്, ഫൈനൽ റിസൾട്ടായിട്ടാണ് നമുക്ക് കിട്ടുക. ഇറ്റ് ഗീവ്സ് ബെറ്റർ എറർ ഡയഗ്നോസ്റ്റിക്സ് ദാൻ എ കമ്പൈലർ. അപ്പോൾ കമ്പൈലറിനേക്കാൾ ഒന്നുകൂടെ എറർ അനലൈസ് ചെയ്യാനൊക്കെ ഏറ്റവും ഈസി ആയിട്ടുള്ള വേ എന്ന് പറഞ്ഞാൽ ഇൻ്റർപ്രറ്ററാണ്. കാരണം ലൈൻ ബൈ ലൈൻ ആയതുകൊണ്ട് നമുക്ക് അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. മറ്റേൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾ പ്രോഗ്രാം കഴിഞ്ഞിട്ടേ നമുക്ക് മെസ്സേജ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർപ്രറ്റർ ആ ഒരു വേയിലൊക്കെ നോക്കുമ്പോൾ ഒന്നുകൂടെ ബെസ്റ്റാണ്. നെക്സ്റ്റ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം, കമ്പൈലറും ഇൻ്റർപ്രറ്ററും എന്തൊക്കെയാണ് ഡിഫറൻസ് ഉള്ളത്. കമ്പൈലർ പെർഫോംസ് എ ട്രാൻസ്ലേഷൻ ഓഫ് എ പ്രോഗ്രാം ആസ് എ വോൾ. നമ്മൾ എന്താ ചെയ്യുന്നത്? കമ്പൈലറിനകത്ത് നമ്മുടെ സോഴ്സ് കോഡിനെ ആസ് എ വോൾ ആയിട്ടാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ആ പ്രോഗ്രാം മൊത്തമായിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഇൻ്റർപ്രറ്ററിൻ്റെ അകത്ത് പെർഫോം സ്റ്റേറ്റ്മെൻറ്റ് ബൈ സ്റ്റേറ്റ്മെൻറ്റ് ട്രാൻസ്ലേഷൻ, ലൈൻ ബൈ ലൈൻ ട്രാൻസ്ലേഷനാണ് നമ്മൾ ഇൻ്റർപ്രറ്ററിനകത്ത് നടക്കുന്നത്. കമ്പൈലറിനകത്ത് ഓൾ സോഴ്സ് കോഡിനെ ഓൺ ദ സ്പോട്ടിൽ അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എക്സിക്യൂഷൻ ഈസ് ഫാസ്റ്റർ ആണ്, എക്സിക്യൂഷൻ സ്ലോവർ ആണ്. കാരണം എക്സിക്യൂഷൻ ഫാസ്റ്റ് എന്ന് പറയാൻ കാരണം സോഴ്സ് പ്രോഗ്രാമിനെ ഡയറക്റ്റായിട്ട് ടാർഗറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒറ്റൊരു പ്രോസസ്സേ അവിടെ നടക്കുന്നുള്ളൂ. പക്ഷേ ഇൻ്റർപ്രറ്ററിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രോഗ്രാമിനെയും കൊടുക്കും, അതിൻ്റെ കൂടെ ഇൻപുട്ടുകളൊക്കെ ലൈൻ ബൈ ലൈനായിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എക്സിക്യൂഷൻ സ്ലോവറായിട്ട് മാറും. അപ്പോൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇതന്നെ എലാബറേറ്റ് ചെയ്ത് എഴുതാം കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ കുറേ വാരി വലിച്ച് എഴുതേണ്ട, കറക്റ്റ് കണ്ടൻറ്റ് മാത്രം മതി എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എക്സിക്യൂഷൻ ഈസ് ഫാസ്റ്റർ, എക്സിക്യൂഷൻ ഈസ് സ്ലോവർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയണം എന്തുകൊണ്ടാണ് എക്സിക്യൂഷൻ ഫാസ്റ്ററും സ്ലോവറും ആയത്. ഒന്നിൻ്റെ കേസിൽ ജസ്റ്റ് സോഴ്സിന്, അത് നിങ്ങൾക്ക് ഈ പോയിന്റിൽ തന്നെ മനസ്സിലാകുന്ന ഒരു കൺസെപ്റ്റാണ്. സോഴ്സിന് ഡയറക്റ്റായിട്ട് ടാർഗറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. മറ്റേ കേസിൽ എങ്ങനെയാണ്? ലൈൻ ബൈ ലൈനായിട്ടാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇൻപുട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂഷൻ സ്ലോവർ അല്ലേ? ഓക്കെ, അങ്ങനെ കണ്ടൻറ്റ് ലോജിക്കലി കൺസെപ്റ്റ് എന്താണ് പറയുന്നത് കൂടെ മനസ്സിലാക്കുക. എക്സാമിന് എത്ര മാർക്കിനാണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് ഇത് എലാബറേറ്റ് ചെയ്തത്, അത്രേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, റിക്വയർസ് മോർ മെമ്മറി ആസ് ലിങ്കിങ് ഈസ് നീഡഡ് ഫോർ ദ ജനറേറ്റ് ഇൻ്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡ്. കമ്പൈലറിൻ്റെ അകത്ത് നമ്മളൊരു ഒബ്ജക്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ സോഴ്സിനെ നമ്മൾ മെഷീൻ കോഡാക്കി മാറ്റുമ്പോൾ അതിനകത്ത് ഒബ്ജക്റ്റ് ഇപ്പോൾ അല്ല, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പിന്നെയാണ് നമ്മൾ മെഷീൻ കോഡിലേക്ക് മാറ്റുക. അത് അവർ പ്രോസസ്സിങ് ഒന്നുകൂടി ഈസിയാക്കാൻ വേണ്ടി അതിനകത്ത് തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സിങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെമ്മറി കൂടുതൽ ആവശ്യമുണ്ട്. കാരണം ഇത്ര ഇൻ്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡിനും കൂടെ ഉള്ള സ്പേസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇതിനകത്ത് മെമ്മറി യൂസേജ് കൂടുതലാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കേസിൽ മെമ്മറി യൂസേജ് എഫിഷ്യൻറ്റ് ആസ് നോ ഇൻ്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡ് ഈസ് ജനറേറ്റഡ്. ഇതിനകത്ത് ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു മെമ്മറി യൂസേജ് എക്സ്ട്രാ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എഫിഷ്യൻറ്റ് യൂസേജാണ് നടക്കുന്നത്. ഒരു ഇൻ്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ലൈൻ ബൈ ലൈനായിട്ട് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഡീബഗിങ് ഈസ് ഹാഡ് ആസ് ദ എറർ മെസ്സേജസ് ആർ ജനറേറ്റഡ് ആഫ്റ്റർ സ്കാനിങ് ദ എൻ്റയർ പ്രോഗ്രാം ഓൺലി. ഡീബഗിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ എറർ മെസ്സേജൊക്കെ ജനറേറ്റ് ചെയ്യുന്നത് എൻ്റയർ പ്രോഗ്രാം സ്കാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എറർ മെസ്സേജ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീബഗിങ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് കമ്പയറിങ് ടു ഇൻ്റർപ്രറ്റർ. കാരണം ഇൻ്റർപ്രറ്റർ അതിനേക്കാൾ ഈസി ആയിട്ടുള്ള വേ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് സ്റ്റോപ്സ് ട്രാൻസ്ലേഷൻ വെൻ ദ ഫസ്റ്റ് എറർ ഈസ് മെറ്റ്, ഹെൻസ് ഡീബഗിങ് ഈസി.
ഇൻ്റർപ്രറ്ററിൻ്റെ കേസ് വരുമ്പോൾ അത് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ കമ്പൈലറാണ് കുറച്ചുകൂടെ ടഫ്. പക്ഷേ ഇൻ്റർപ്രറ്ററിൻ്റെ കേസിൽ അത് വെരി ഈസിയാണ് ഡീബഗ്ഗിങ്. കാരണം എന്താണ്, ഇപ്പോൾ ഫസ്റ്റ് ലൈനിൽ തന്നെ എന്തെങ്കിലും മെസ്സേജ് ചെയ്യണമെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അത് സ്റ്റോപ്പ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എറർ ഡിറ്റക്ട് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ചാൻസ് നമുക്ക് അവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ ഡീബഗ്ഗിങ് ഈസിയാണ്. പക്ഷേ കമ്പൈലറിൻ്റെ കേസിൽ അങ്ങനെയല്ല. കമ്പൈലറിൻ്റെ കേസിൽ എറർ മെസ്സേജ് നമ്മൾ കാണുന്ന എപ്പോഴും ലാസ്റ്റ് എല്ലാ ടാർഗറ്റ് മെസ്സേജ് പ്രോഗ്രാമായി കഴിഞ്ഞതിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ കമ്പയറിങ് ടു ദിസ് ഈസ് ഹാർഡ്. പക്ഷേ ഇത് കുറച്ചുകൂടി ഈസിയാണ് ഡീബഗ്ഗിങ്. ഡീബഗ്ഗിങ് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയുമായിരിക്കും. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എറേഴ്സ്, ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക, അത് കറക്റ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. അത് സിൻറ്റാറ്റിക്കലി ഓക്കെ, സെമാൻറ്റിക്കലി ഓക്കെ, എന്ത് വേലായാലും എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ ഡീബഗ്ഗിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കമ്പൈലർ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലൈക്ക് C++ യൂസ് കമ്പൈലർ. C++ എന്ന ലാംഗ്വേജിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പൈലേഴ്സാണ്. അപ്പോൾ കമ്പൈലർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജനറലി സിയും C++ ഒക്കെ കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലൈക്ക് പൈത്തൺ, ബേസിക്, റൂബി യൂസസ് ഇൻ്റർപ്രറ്റേഴ്സ്. നമ്മുടെ പൈത്തൺ, ബേസിക്, റൂബി എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തൊക്കെ ഇൻ്റർപ്രറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതായത് ലൈൻ ബൈ ലൈൻ ട്രാൻസ്ലേഷനാണ് അതിനകത്തൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളിതൊക്കെ നോട്ട്സ് എഴുതി വെക്കുക. ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും എന്നോട് ചോദിക്കുക, ക്ലിയർ ചെയ്യുക, മെസ്സേജ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ മെസ്സേജ് ചെയ്തിട്ടാൽ ഞാൻ ടൈം കിട്ടുന്നതനുസരിച്ചൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അവൈലബിൾ ആണ് ഞാൻ എപ്പോഴും. അപ്പോൾ ഇതേപോലെ എക്സാം ഡ്യൂട്ടി എന്തെങ്കിലും ചുറ്റുപാടുകളൊക്കെ ഉണ്ടാകും. പിന്നെ നമ്മൾ അതിൻ്റെ കാര്യമായിട്ട് അതിൻ്റെ പിന്നാലെ പോകണമല്ലോ. കാരണം കോളേജിൽ ടൈം ആകുമ്പോഴേക്കും എത്തണം, കുറേ നേരത്തെ എത്തണം. ഇപ്പോൾ കോവിഡും പ്രശ്നങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ചുറ്റുപാട്, ഇന്നലത്തൊക്കെ പോലെ ചുറ്റുപാടുകൾ വരുമ്പോൾ ഇനിയും ഉണ്ട് എക്സാമൊക്കെ അടുത്ത നെക്സ്റ്റ് വീക്കിലുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെ ചോദിക്കാം, ഡൗട്ട്സ് ചോദിക്കാം. ഇനി ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാം. അങ്ങനെയല്ല ഇങ്ങനെ മതിയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ നോട്ട്സൊക്കെ നമ്മൾ മാക്സിമം കൺസൈസ്ഡായിട്ട് തന്നെയാണ് തരുന്നത്. അപ്പോൾ നോട്ട്സ് എഴുതിയെടുക്കുക, വീഡിയോ വാച്ച് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.